നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താടി പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നോ? എന്തുപറ്റി? നിന്റെ നാവിറങ്ങിപ്പോയോ? ഇവിടുന്ന് പോകുമ്പോ കാണിച്ച സന്തോഷമൊന്നും തിരിച്ചു വരുമ്പോ കണ്ടില്ലല്ലോ. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ട? അയ്യോ, എനിക്കൊന്നും വേണ്ടായേ. ഇവിടുന്ന് ഇറങ്ങാനുള്ള വഴി ശരിയാക്കാനാണല്ലോ നീ പോയത്. അത് ശരിയായോന്ന് മാത്രം അറിഞ്ഞാ മതി. എനിക്ക് സൗകര്യമില്ല പറയാൻ. അപ്പൊ ശരിയായില്ല. നീ അഹങ്കാരം കാണിച്ച ഇങ്ങനെ ഇരിക്കും. നിന്നേക്കാൾ പ്രായത്തിൽ മൂത്തതല്ലേ ഞാൻ. എന്നിട്ടും നീ എന്നെ പേര് വിളിച്ച് സംസാരിച്ചു. അപ്പോഴേ ഞാൻ വിചാരിച്ചതാ നീ ഗതി പിടിക്കില്ലെന്ന്. മൂത്തവരുടെ മനസ്സ് വേദനിപ്പിച്ച് ജയിക്കാമെന്നൊന്നും നീ കരുതണ്ട. അത് നടക്കില്ല. അല്ലെങ്കിലും കുഴപ്പങ്ങൾ എനിക്ക് മാത്രമാണല്ലോ. നിങ്ങളൊക്കെ എല്ലാം തികഞ്ഞവരാണല്ലോ. അതെ, എന്നെ ഉപദേശിക്കാൻ വരുന്ന നേരത്തിന് സ്വന്തം ആങ്ങളെ പോയി നന്നാക്കാൻ നോക്ക്. ആദ്യം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്താ പ്രശ്നം? നിങ്ങളുടെ അമ്മായി പെറ്റു. എന്തേ? കുഞ്ഞാണോ പെണ്ണോ? നിങ്ങളെ പോലെ തന്നെ ആണുമല്ല പെണ്ണുമല്ല. പ്രേമേ വേണ്ട, വേണ്ട പ്രേമേ, പ്രേമ വേണ്ട, വിട് പ്രേമേ, വിട്ടേക്ക്. കയ്യോങ്ങലും ഒച്ചയെടുക്കലും ഒന്നും എന്റെ അടുത്ത് വേണ്ട. അല്ലെങ്കിൽ തന്നെ നിയന്ത്രണം തെറ്റി നിക്കാൻ ഞാൻ. നേരത്തെ പേരെ വിളിച്ചോളൂ, ഇനി മുഖത്തടിക്ക് ഞാൻ. എന്നാ അടിക്കടി, അത് കണ്ടിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. എന്താടി നിന്റെ കൈ പൊങ്ങുന്നില്ലേ? ഈ വീട്ടില് ഭിക്ഷയ്ക്ക് വരുന്ന ഒരു ഭിക്ഷക്കാരന്റെ വില പോലും ഞങ്ങൾ ആരും നിനക്ക് തരുന്നില്ലടി. അതിനുള്ള അർഹത നിനക്കില്ല. എന്നിട്ടും അവളെ കടന്ന് നെകളിക്കുന്നു. പ്രേമേ മതി. തടയണ്ട, പറയട്ടെ. എന്ത് വേണേലും കിടന്ന് പറയട്ടെ. എത്ര കണ്ട് പറയുന്നോ അത്രേ ഓർത്ത് വെക്കും ഞാൻ ഈ മുഖം. കണക്കുകളൊന്നും തീർക്കാതെ ഞാൻ ഈ വീട് വിട്ടു ഇറങ്ങുന്നു ഒരുത്തനും വിചാരിക്കണ്ട. കൊടുക്കാനുള്ളതെല്ലാം പലിശ സഹിതം കൊടുത്ത് തീർത്തിട്ടേ ഞാൻ ഈ പടിയിറങ്ങും. അത് താങ്ങാനുള്ള ശക്തി ഉണ്ടാക്കി വെക്കും പ്രേമയും പ്രേമയുടെ ഭർത്താവും. നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു? അവിടെ മുമ്പിൽ തൊഴുത് നിൽക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. പിന്നെ ഇപ്പൊ കിടന്ന് കുറച്ചത് അത് അങ്ങാടി തോറ്റേന്റെ. അവള് പോയ കാര്യം വിചാരിച്ചതുപോലെ നടന്നില്ല. ആ ദേഷ്യം ഇപ്പൊ തീർത്തത്.